പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നോ? കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹവും ആശ്വാസവും നന്മയും ഒന്നും തേടിപ്പോകണ്ട. നമ്മളെ തേടി നമ്മളുടെ വിടുതൽ കടന്നു വരും. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെ ധ്യാനിക്കായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. സാരെഫാത്തിലെ വിധവ തൻ്റെ കരം ശൂന്യമാ. ഇനിയും ഒരു നേരത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കാനുള്ള മാവും എണ്ണയും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. തൻ്റെ ഭാവിയെക്കുറിച്ച് തനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. മുമ്പിൽ അവ്യക്തത. തൻ്റെ മകനും താനും മരിക്കുവാൻ ഒരുങ്ങിയിരിക്കുക. നോക്കിക്കേ, ഒരു പ്രതീക്ഷയുമില്ലാതെ മരണം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവഭക്തനായ ഏലിയാവ് ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവമനുഷ്യൻ അവിടെ കടന്നു വന്നത് മൂലം അവർക്ക് ആശ്വാസം ലഭിക്കുക മാത്രമല്ല, അവരുടെ ക്ഷാമം എന്നേക്കുമായി മാറി. മരണം മാറി, ജീവനുണ്ടായി. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തുമാത്രം തകർന്നിരിക്കുന്നു, നിങ്ങളുടെ പ്രതീക്ഷ എത്രമാത്രം അസ്തമിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിന് നന്നായിട്ടറിയാം. ഞാൻ എവിടെ പോകും, ആരോട് പറയും, ആരെനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കും, പ്രവർത്തിക്കും എന്നൊന്നും ഭാരപ്പെടേണ്ട. നിങ്ങളോടിന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങളെ തേടി നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഭവനത്തിൽ ചിലത് വരും. അത് നിങ്ങളുടെ വിടുതലിന് കാരണമാകും. ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരമാകും. ആശ്വാസം തേടി എങ്ങോട്ടും പോകണ്ട. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് പരിഹാരം തേടി എങ്ങോട്ടും പോകണ്ട. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവാത്മാവ് ചിലതിനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കും. ഇപ്പോൾ തന്നെ ആ ദൈവിക ഇടപെടൽ ആരംഭിക്കുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് സ്തോത്രം. ഒന്നിനെയും അന്വേഷിച്ച് പോകണ്ട. ഞങ്ങളെ തേടി ചിലത് ഞങ്ങളുടെ അരികിലേക്ക് വരുന്നതിന് നന്ദി. അത് ഞങ്ങളുടെ വലിയ ചില വിടുതലുകൾക്ക് കാരണമായി തീരുന്നതിന് നന്ദി പപ്പ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ മുമ്പിലുള്ള അവ്യക്തതകൾ മാറട്ടെ. വലിയ ദൈവിക ഇടപെടൽ എൻ്റെ പ്രിയപ്പെട്ടവർ അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. മഹത്വം അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.